എയർ ഇന്ത്യയുടെ ബോയിംഗ് 777-300 വിമാനത്തിനെതിരെ ആരോപണവുമായി യാത്രക്കാരൻ. ഇക്കഴിഞ്ഞ ഡിസംബറിൽ കാനഡയിലെ വാങ്കൂവറിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രക്കിടെ വിമാനത്തിൽ ചോർച്ച കണ്ടെത്തിയെന്ന് യാത്രക്കാരൻ പോളി വർക്കി. വിമാനം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് അടുത്തപ്പോഴാണ് മേൽക്കൂരയിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്നതായി കണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. പോളി വർക്കി നമ്മളോടൊപ്പം ചേരുന്നു. പോളി വർക്കി, ഈ ഒരു എന്താണ് അവിടെ സത്യത്തിൽ സംഭവിച്ചത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അതായത് വാൻകോവറിൽ നിന്ന് ഞാൻ ഡിസംബർ 26 നമ്മള് ഡൽഹിയിലേക്ക് കയറുന്നത്. ഇവിടുന്ന് വാൻകോവർ ടു ഡൽഹിയാണ് നമുക്ക് 15 hours നമുക്ക് ട്രാവൽ ഉണ്ട്. അപ്പൊ ഈ 15 hours ട്രാവലിന്റെ ഇടയിൽ നമുക്ക് അവിടെ ഡൽഹിയിൽ നല്ല മഴയായിരുന്നു. അന്ന് നമ്മൾ ഡൽഹിയിൽ എത്തുമ്പോൾ നമുക്ക് ഡൽഹിയിൽ ഒരു 1.5 മണിക്കൂർ നമ്മൾ അവിടെ ഡൽഹി എയർപോർട്ടിന്റെ നമ്മൾ റൗണ്ട് അടിക്കുകയായിരുന്നു ഈ വിമാനം. നമ്മുടെ എയർ ഇന്ത്യ വിമാനത്തിന്റെ കാര്യമായി പറയുന്നത്. അപ്പൊ അതില് നമുക്ക് ഈ വിമാനത്തിൽ നിന്ന് ഡൽഹിയിലെ പുറത്ത് പെയ്യുന്ന മഴവെള്ളം നമ്മുടെ വിമാനത്തിന്റെ അകത്തേക്ക് ഇങ്ങനെ വരുന്നതാണ്. നമ്മള് ഇങ്ങനെ എപ്പോഴും യാത്ര ചെയ്യുന്നതല്ലല്ലോ. നമ്മള് ഒരു 2 ഇയർ അതുപോലെ ഒരു 3 കൊല്ലം കൂടുമ്പോഴാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ അവിടെ എയർ ഹോസ്റ്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന ലേഡീസിനോട് പറഞ്ഞപ്പോ അവരിന്ന് ചിരിക്കുകയായിരുന്നു. കാരണം ഇത് അവർക്ക് സ്ഥിരം സംവിധാനമായിരിക്കും, പക്ഷെ നമുക്കിത് പേടിയുണ്ട്. കാരണം പുറത്തു പെയ്യുന്ന മഴവെള്ളമാണ് ഈ അകത്തേക്ക് വരുന്നത്. ഞാൻ അതിന്റെ വീഡിയോ ക്ലിപ്പുകൾ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മഴവെള്ളം വീടിന്റെ ഈ പറയുന്ന ഈ വിമാനത്തിന്റെ അകത്തേക്ക് വരുമ്പോ ആ വിമാനത്തിന്റെ ഒരു അവസ്ഥ എന്താണ്? ഇപ്പൊ നമ്മള് നിസ്സാരമായിട്ട് ഞാൻ പറഞ്ഞ വീടിന്റെ അകത്തേക്ക് പോലും, നാട്ടിലുള്ള വീടിന്റെ അകത്തേക്ക് പോലും വെള്ളം വരുന്നില്ല. ഈ ഒരു ഇതാണ്. ഇനി നമുക്ക് ഇതുപോലെ യാത്രകൾ ചെയ്യണ്ടേ? നമുക്ക് യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയായി നമ്മളെ കൊണ്ടുപോകാനായിട്ട് പ്രാപ്തരായിട്ടുള്ള ഒരു വിമാനമാണ് ഈ പറയുന്ന എയർ ഇന്ത്യ. നമ്മൾ എപ്പോഴും ചോയ്സ് ചെയ്യുന്നത് നമ്മൾ എയർ ഇന്ത്യ വിമാനത്തിനല്ലേ, നമ്മൾ ഇന്ത്യക്കാരല്ലേ. അപ്പൊ ഈ ഒരു വിമാനത്തിന്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. വിമാനത്തിന്റെ അകത്തേക്ക് വാട്ടർ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അതായത് ഒരു മെയിൻ്റനൻസ് നടക്കാത്ത ഒരു എയർ ഇന്ത്യ എന്ന് പറയുമ്പോൾ വിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അവസ്ഥ? ഇത്ര അധികം ആളുകളെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ജീവനക്കാരെ പ്രതികളാക്കിക്കൊണ്ട് അവരെ അവർക്ക് ശമ്പളം കൊടുക്കരുത്. കാരണം അവര് വർക്ക് ചെയ്യുന്നില്ല. ഒരു വിമാനത്തിന്റെ അകത്തേക്ക് ഈ വാട്ടർ പുറത്ത് പെയ്യുന്ന മഴവെള്ളം അകത്തേക്ക് വരാന്ന് പറഞ്ഞ വിമാനത്തിന്റെ അകത്തേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ അവസ്ഥ എന്താണ്? ഇത് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ എന്റെ വീഡിയോ സഹിതം ഇത് ഞാൻ മാത്രല്ല, ഇതിനകത്ത് സഞ്ചരിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിനൊന്നും മുന്നോട്ട് നിൽക്കില്ല, മുന്നോട്ട് പോവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിട്ട് കാര്യമില്ല. അതൊക്കെ വലിയ വലിയ സംരംഭങ്ങളാണ്. നമ്മളൊക്കെ ചെറിയ ജോലി ചെയ്യുന്ന ജീവനക്കാരല്ലേ. അതായത് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. ഈ എയർ ഇന്ത്യ വിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ പറ്റില്ല. അതായത് അപ് ടു ഡേറ്റ് മെയിൻ്റനൻസ് നടത്താണ്ട് ഈ വിമാനം ഇനി പറപ്പിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ 250 ആളുകളെക്കാളും കൂടുതൽ ആളുകളുടെ ജീവൻ അപഹരിച്ചു കഴിഞ്ഞു. ഇനി ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇത് എന്തത് ഇങ്ങനെ? ഇത് നമ്മുടെ ഇന്ത്യയുടെ അകത്ത് നടക്കുന്ന ഒരു സംഗതി. ഇത് വളരെ മോശപ്പെട്ടത്. ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. അപ് ടു ഡേറ്റ് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ കമ്പനി പിരിച്ചു വിട്ട് അവസാനിപ്പിച്ച് വേറെ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്കണം. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കരുത്. ഇതെന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇത് നടപ്പിലാക്കിയേ പറ്റൂ. ഇത് അഭിപ്രായം മാത്രമല്ല, ഇത് സ്ഥാപിച്ചേ പറ്റൂ. അല്ലാണ്ട് ഇനി ഇത് നടക്കില്ല. ഇത് എന്താ ഈ പറയുന്നത്? 250 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം എന്തായി? അവരുടെ ഫാമിലീസിന്റെ, അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരും ഒരു 13 നവജാത ശിശുക്കളതിൽ മരിച്ചു എന്ന് പറഞ്ഞു കേൾക്കണു. ഇതൊക്കെ മനുഷ്യന്മാരല്ലേ നമ്മള് വേറെ മൃഗങ്ങളൊന്നുമല്ലല്ലോ സഞ്ചരിക്കുന്നത്. ഏതെങ്കിലും എയർ ഇന്ത്യ വിമാനത്തിൽ ഏതെങ്കിലും മൃഗങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടോ? മനുഷ്യന്മാരാണ് സഞ്ചരിക്കുന്നത്. മനുഷ്യന്മാർക്ക് സഞ്ചരിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടാക്കണം. എന്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല? മഴ പെയ്യുമ്പോ അതിനകത്തേക്ക് വെള്ളം വീണ കാര്യം പറഞ്ഞപ്പോ അവിടെ ഇരിക്കുന്ന ആ വിമാനത്തിന്റെ അകത്തെ ജീവനക്കാരിൽ നിന്ന് ചിരിക്കുന്നു. താനിത് ആദ്യമായിട്ട് കാണാണോ എന്നുള്ള മാതിരി. ഞാനിത് ആദ്യമായിട്ട് കാണാം, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം മഴ പുറത്ത് പെയ്യുമ്പോ വെള്ളം വിമാനത്തിലേക്ക് വരുന്നത്. ഞാനത് വീഡിയോ സഹിതം ഞാൻ വിട്ടിട്ടുള്ളതാണ് അത്. പക്ഷെ നമുക്ക് ഇതിന്റെ പിന്നാലെ നടന്നിട്ട് കേസ് നടത്താൻ ഇനിയിപ്പൊ അവര് പറയുകയാണെങ്കിൽ ഞാൻ ഇനിയിപ്പൊ അതിനു വേണ്ടി അതും നടത്താൻ തയ്യാറാണ്.
ഞാൻ അവർ സമ്മതിക്കട്ടെ, അല്ലാണ്ട് അവർ സമ്മതിക്കില്ല എന്ന് പറയട്ടെ. അന്നത്തെ ദിവസത്തെ വീഡിയോ ക്ലിപ്പ് അവരെടുക്കട്ടെ, അവർ സമ്മതിക്കട്ടെ, അല്ലെങ്കിൽ അവർ സമ്മതിക്കാതിരിക്കട്ടെ. ഒരിക്കലും സമ്മതിക്കില്ല. ഒരു ഇന്ത്യൻ പൗരൻ എന്ന് പറഞ്ഞ ഇന്ത്യൻ പൗരന്മാരല്ലേ ഇത് സഞ്ചരിക്കുക. ഇപ്പൊ ഈ ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടായപ്പോ എന്തുണ്ടായത്? ഇന്ത്യൻ പൗരൻ മാത്രമല്ല, മറ്റുള്ള രാജ്യക്കാർ പോലും മരിച്ചുപോയി. അവരുടെ റെസ്പോൺസിബിലിറ്റി ഇന്ത്യക്കില്ലേ? ഇത് അവിടെ ഇവിടെയും വലിയ ചാനലിൽ കുത്തിയിരുന്ന് വലിയ വലിയ ചർച്ചകൾ നടത്തിക്കൊണ്ടൊന്നും ഈ പരിഹാരം ഉണ്ടാവില്ല. പണി എടുക്കണം. ശമ്പളം തരുന്നതിനുള്ള പണി അവരെടുക്കണം. എന്തുകൊണ്ട് അവരെടുക്കുന്നില്ല? ഈ ജോലി ചെയ്യുമ്പോ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ള വർക്ക് പ്രത്യേകിച്ച് അറ്റ്ലീസ്റ്റ് വിമാനത്തിലെങ്കിലും എടുക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. ഇതല്ല, ഇതിന്റെ അപ്പുറം സംഭവിക്കും. എന്റെ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ചോദിക്കാനുണ്ടെങ്കിൽ സംഭവം നടന്നത് 6 മാസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ ഡിസംബറിലാണ്. എന്നാൽ അന്ന് താങ്കൾ ഇക്കാര്യം പുറത്തുവിടുകയോ പരാതി നൽകുകയോ ഒന്നും ചെയ്തിരുന്നില്ല. ഇപ്പോൾ നിലവിൽ ഈ അഹമ്മദാബാദിൽ ഉണ്ടായ ഈ ഒരു ദുരന്തം കൂടി നടന്ന ഒരു പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യയിൽ ഇത്തരത്തിൽ കൃത്യമായ മെയിൻ്റനൻസ് അല്ലെങ്കിൽ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടക്കുന്നില്ല എന്നത് വ്യക്തമായ ഒരു രീതിയിൽ ഇപ്പോൾ താങ്കൾ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു പരാതി വീണ്ടും ഉന്നയിച്ച് ഏതെങ്കിലും തരത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നുണ്ടോ? ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ചാനലുകളാണ്. നിങ്ങൾ വേണം അത് ഏറ്റെടുക്കാനായിട്ട്. നിങ്ങൾ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ എന്റെ ഒരു വ്യക്തിപരമായ നിലയിൽ ഞാൻ ചിലപ്പോ ഈ വ്യൂകളൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ചിലപ്പോ ഇതിനെതിരെ ഞാൻ നിയമ നടപടി നേരിടും. കാരണം എനിക്ക് അതിന്റെ അവകാശമുണ്ട്. ഇതൊന്നും നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന കേസുകളല്ല. കാരണം എയർ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മള് ഈ പുറം രാജ്യത്ത് താമസിക്കുന്ന പ്രവാസികൾ ഒത്തിരി പേര് ആശ്രയിക്കുന്ന ഒരു ഫ്ലൈറ്റ് ആണ് ഈ എയർ ഇന്ത്യ വിമാനം. അപ്പൊ അതിനകത്ത് ഒരു ഫോൺ ചാർജ്, അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനം പോലും ഇല്ല. ഒന്ന് കാല് നീട്ടിയിരിക്കാനുള്ള സംവിധാനം പോലും അതിനകത്ത് ഇല്ല. എന്നുള്ള അത്രയും അവർ പറയുന്ന അത്രയും പൈസ നമ്മൾ കൊടുത്തിട്ടാണ് ഈ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതൊക്കെ ബുക്ക് ചെയ്ത ആളുകളെ കൊണ്ടുപോയിട്ട് ഈ ജാതി കൊണ്ടുപോയിട്ട് അറ്റ്ലീസ്റ്റ് ഒരാൾ രക്ഷപ്പെട്ടത് ഭാഗ്യം ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും കൊണ്ടിട്ട് കൊന്നു കളയാനാണ് ഈ മെയിൻ്റനൻസ് പോലും നടത്താണ്ട്. നിങ്ങൾ ഒരു എയർ ഇന്ത്യ വിമാനത്തിന് എടുത്തിട്ട് ഒന്ന് നോക്കി അതിന്റെ എന്താണ് അതിന്റെ മെയിൻ്റനൻസ് ഒന്നും നടക്കുന്നില്ല ഇതില്. അറ്റ്ലീസ്റ്റ് ഞാനൊരു വിട്ട സാധനം ഒരു ക്ലിപ്പ് കണ്ടില്ലേ, മഴ ഡൽഹിയിൽ പുറത്തു പോയത് കൊണ്ട് നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റാത്ത സൗകര്യമുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, പ്രകൃതി അനുകൂലമല്ല. പക്ഷെ എന്ന് കരുതി പുറത്തു പോയിന മഴ ഫ്ലൈറ്റിന്റെ അകത്ത് പെയ്യാൻ പാടുമോ? ജസ്റ്റ് ആസ്കിംഗ് ഫോർ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിച്ചത്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഉയർന്ന നിരക്കിൽ ഒരു ടിക്കറ്റ് എടുത്ത് ഇത്തരത്തിൽ യാത്ര ചെയ്യുമ്പോൾ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളും അതുപോലെ തന്നെ സൗകര്യങ്ങളും ഒരുക്കേണ്ടത്, അല്ലെങ്കിൽ അത്തരം സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ചോദിക്കാനുള്ള അവകാശം ഓരോ യാത്രക്കാരനുമുണ്ട്. ഇത്തരത്തിലുള്ള പരാതികൾ കൃത്യമായി എയർ ഇന്ത്യയുടെയും അതുപോലെ തന്നെ അധികൃതരുടെയും ശ്രദ്ധയിൽ പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ പരാതികളും ആരോപണങ്ങളുമായി മുന്നോട്ട് വരികയാണ് എങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ അവർ കൈക്കൊള്ളും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നന്ദി ശ്രീ പോളി വർക്കി. ഓക്കെ നിങ്ങൾ ഇതിനെതിരെ നിങ്ങൾ പോരാടൂ. കാരണം ഈ എയർ ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ എയർ ഇന്ത്യയെങ്കിലും ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോരാടണം, പ്രവർത്തിക്കണം. ഓക്കെ, താങ്ക് യു.